കൂടെ ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, ക്ലാരിറ്റി ഓഫ് തോട്ട്സ്. ആളുകളുടെ വാക്കുകൾ കൊണ്ട് നമ്മളിപ്പോഴും ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് പറയാറുള്ളത്. ഇന്റർവ്യൂസിൽ എല്ലാവരും വിശേഷിപ്പിക്കാറുണ്ട് ബ്രൂട്ടലി ഓണസ്റ്റ് എന്നല്ലേ. സോ നൗ മുളകുരുത്തിയുടെ മണ്ണിലേക്ക് തിരുക്കൊച്ചി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷൻ ആയിട്ട് നമ്മളോടൊപ്പം നമ്മുടെ സ്വന്തം നവ്യ ചേച്ചി എത്തിയിരിക്കുകയാണ്. So shall I now welcome everybody of very own Navya Nair. With a big round of applause, let us welcome our very own Navya ചേച്ചി. And ജഗദീഷേട്ടൻ പറഞ്ഞതുപോലെ പുതിയതായിട്ട് എന്താണ് നവ്യ ചേച്ചി നമ്മളോട് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. തിരുക്കൊച്ചി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഉദ്ഘാടന വേളയിൽ നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ ഞാനൊരു നർത്തകി മാത്രമല്ല, അഭിനേത്രി മാത്രമല്ല, ഞാനൊരു അധ്യാപികയും കൂടിയാണ്. ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഡിസിപ്ലിൻ ആണ്. എൻ്റെ കുട്ടികളോടും ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നതും അത് തന്നെയാണ്. ജഗദീഷ് ചേട്ടനെ പറ്റിയും ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഓഫ് കോഴ്സ് ഹി ഈസ് എ ഫെന്റാബുലസ് ആക്ടർ. അതിനൊക്കെ ഉപരിയായി വി ഹാർഡ്ലി സീ പീപ്പിൾ ഹു ആർ ഡിസിപ്ലിൻഡ് ഇൻ ദെയർ ലൈഫ്. ഇറ്റ് ഇസ് നോട്ട് ഈസി. അത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. ടു ബി ഡിസിപ്ലിൻഡ് എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒന്നാണ്. അപ്പം ഞാൻ അങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെയായി പോയി. അങ്ങനത്തെ ആൾ തന്നെയാണ് ഞാൻ. ഒരു വേദിയിലും ഒരു പരിപാടിക്കും വൈകി പോകാറില്ല. അപ്പോൾ എപ്പോഴും ഞാൻ ചിലപ്പോൾ വളരെയധികം നേരത്തെ തന്നെ പോയിട്ട് അവിടെ എവിടെയെങ്കിലും വണ്ടിയിൽ നിന്ന് മാറി കിടക്കലാണ് പതിവ്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അത് ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിൻ്റെ ബ്ലോക്ക് കൊണ്ടൊന്നും പറഞ്ഞില്ല. ഞാൻ സ്റ്റേജിൽ കയറി വന്നപ്പോഴും ഞാൻ ജഗദീശ്വരനോട് ക്ഷമ ചോദിക്കുകയായിരുന്നു. ഐ എം റിയലി സോറി ദാറ്റ് ഐ എം ലേറ്റ്. അതിൽ ട്രാഫിക് ബ്ലോക്ക് എന്നുള്ള ഉടൻ തന്നെ അയാൾ പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ട്രാഫിക് ഉണ്ട് എറണാകുളത്ത് അറിയാൻ വയ്യാത്ത ആളല്ലല്ലോ. അപ്പോൾ ട്രാഫിക്കിനെ കവർ ചെയ്യുന്ന രീതിയിൽ നേരത്തെ ഇറങ്ങുക എന്നുള്ള ഔചിത്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഏറ്റവും അധികം വേണ്ടതെന്ന് തികഞ്ഞ ബോധ്യത്തോടുകൂടി തന്നെ. പിന്നെ ഞാനൊക്കെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന സമയത്തിന് മുൻപേ, ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ഏറ്റവും മികച്ച നടനായും ഏറ്റവും മികച്ച എഴുത്തുകാരനായും ഏറ്റവും മികച്ച വ്യക്തിയായും ഒക്കെ വളരെയധികം കാലം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്ന, ഇന്നും അതിന് യാതൊരു കോട്ടവും വരുത്താതെ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു നടൻ ഇവിടെ വരുമ്പോൾ അപ്പോൾ ഒരു